പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള +2 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരള സിലബസ് പ്രകാരം അക്കൗണ്ടൻസി 3 ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്, അതേപോലെ തന്നെ AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതേപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ എല്ലാവർക്കും 3 ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാനില്ല. AFS എടുത്ത വിദ്യാർത്ഥികൾക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗവും അതേപോലെ തന്നെ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. അതേസമയം കമ്പ്യൂട്ടർ എടുത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗവും കമ്പ്യൂട്ടറുമാണ്. അവർക്ക് ഏത് പഠിക്കാനില്ല, AFS പഠിക്കാനില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമ്മൾ ഇന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്തെ ഒന്നാം ഭാഗത്തെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് ഒരു പരിശോധന നടത്തുക. +1 അക്കൗണ്ടൻസിയിൽ നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേണിന്റെ ജേണൽ എൻട്രികൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ച് പിന്നീട് നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജർ റെക്കോർഡുകൾ ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ജേണലുകൾ തന്നെ നമ്മൾ സെപ്പറേറ്റ് ബുക്കുകൾ ഡേ ബുക്കുകളാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഇങ്ങനെ വ്യത്യസ്ത ബുക്കുകളാക്കി എഴുതുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവസാന ഭാഗത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. കാരണം ഇതിന്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയുടെ ബാക്കി ഭാഗം തന്നെയാണ് സെക്കൻഡ് ഇയർ. ഇനി നിങ്ങൾ എവിടെ അക്കൗണ്ടൻസി പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ജേണലും ലെഡ്ജറും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് തീരുമാനിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളെ നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയെ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയേക്കാം സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഒന്നാം ഭാഗത്ത് നമുക്ക് ഏകദേശം 5 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. 5 പാഠങ്ങളിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭം ഉണ്ടാക്കാത്ത സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത് വരുന്നത് ബേസിക്സ് ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ടിംഗ്. നമ്മൾ +1 ബിസിനസ്സിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വ്യത്യസ്ത തരം ബിസിനസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സോൾ ട്രേഡിംഗ് കൺസേൺ, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പറയുന്ന പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ പറയുന്നത് പ്രധാനമായിട്ടും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നോട് ഉദ്ദേശിക്കുന്നത് പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലെ അക്കൗണ്ട്സിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചില കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് മൂന്നാമത്തെ പാഠത്തിൽ പറയുന്ന അഡ്മിഷൻ ആണ്. അതായത് പുതിയൊരു പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പാഠം. നാലാമത്തെ പാഠത്തിലാണെങ്കിൽ ഒരു പാർട്ണർ, നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ആവുകയോ അതല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ അവിടെ അക്കൗണ്ടിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഒരു ചാപ്റ്റർ കൂടെ, അഞ്ചാമത്തെ പാഠം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, അവസാനിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട് ബുക്ക് ക്ലോസ് ചെയ്യേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗമാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇങ്ങനെ 5 പാഠങ്ങളാണ് നമുക്ക് ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളവർ അത് സംഘടിപ്പിക്കുക, അതല്ലാത്തവർക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. കേരള ഗവൺമെന്റിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് +2 എല്ലാ ടെക്സ്റ്റുകളും അവൈലബിൾ ആണെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമുക്ക് അത് വെച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാഠമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നൊന്ന് പരിശോധിച്ചു. ബേസിക്കലി നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത സ്ഥാപനങ്ങൾ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു സ്ഥാപനത്തിന്റെ
ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് സാമ്പത്തികമായ ഇടപാടുകൾ റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ബിസിനസ്സിൽ എപ്പോഴും എന്തുണ്ട്, സാമ്പത്തികമായ ഇടപാടുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ബിസിനസ്സുകളിലാണ് സാധാരണ അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് ബിസിനസ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാഭം ഉണ്ടാക്കാത്ത ബിസിനസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി വെക്കണ്ടേ. അപ്പൊ ബിസിനസ് അല്ലാതെ വേറെയും സ്ഥാപനങ്ങൾ അവിടെ അക്കൗണ്ടൻസി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചുരുക്കം. അപ്പൊ അങ്ങനെ ലാഭം ഉണ്ടാക്കാത്ത ചില സ്ഥാപനങ്ങൾ, ഏതാണ് ഈ ലാഭം ഉണ്ടാക്കാത്ത സ്ഥാപനങ്ങൾ? എന്നാൽ അതേസമയം ഫിനാൻഷ്യൽ ഇടപാടുകൾ നടക്കുകയും ചെയ്യണം, ലാഭം ഉണ്ടാക്കാനും പാടില്ല. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നമ്മൾ വരിസംഖ്യ കൊടുക്കാറുണ്ട് അല്ലെ. ഈ വരിസംഖ്യ സാമ്പത്തികമായിട്ട് ഇടപാടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ സംഭാവനയായിട്ടൊക്കെ എന്തുണ്ട്, പള്ളികളിലേക്ക് പണം വരുന്നുണ്ട്. ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ സംഭാവനയായിട്ടും ഒക്കെ നമ്മുടെ അമ്പലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടുകൾ വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മുടെ ക്ലബ്ബുകൾ ഉണ്ടാവും. ഈ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലാപരമായ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള ക്ലബ്ബുകൾ, ആർട്സ് ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെയും നമ്മുടെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് വരിസംഖ്യയൊക്കെ മാസം പിരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് അവിടെയും പണം വരുന്നുണ്ട്. പക്ഷെ ഇതെന്തെല്ലാം ഒരു ബിസിനസ് സ്ഥാപനമല്ല, സാധനമോ സേവനമോ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമല്ല. പ്രധാനമായിട്ടും അവിടെ സേവനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ചാരിറ്റി ഓർഗനൈസേഷൻസ്, സമൂഹത്തിൽ സേവനങ്ങൾ ചെയ്യുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ, അതിലേക്കും ഒരുപാട് പണം വരുന്നുണ്ട്. പക്ഷെ അവിടെയും എന്തല്ല, ബിസിനസ് അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിന് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടെക്സ്റ്റ് കൊടുത്ത ഡെഫിനിഷൻ നോക്കി നോക്കാം. It is defined as a non-profit seeking entity which does not engage in trading or manufacturing activities but renders service to members and for the welfare of society. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനോ വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല, പകരം അതിന്റെ മെമ്പേഴ്സിനും സമൂഹത്തിനും സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചില പ്രത്യേകതകൾ ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കി നോക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെൻഡറിംഗ് സർവീസ്. റെൻഡറിംഗ് സർവീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്? സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എന്റിറ്റി. നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ പ്രത്യേകത നോട്ട് ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്. ഇത്തരം സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല, അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. നാലാമത്തെ എന്താണ്? സോഴ്സ് ഓഫ് ഇൻകം. ഇവരുടെ ഇൻകം എങ്ങനെയാണ്? പ്രധാനമായിട്ടും മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, അതല്ലെങ്കിൽ മറ്റ് സംഭാവനകൾ അല്ലെങ്കിൽ സമ്മാന കൂപ്പണുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ, ഇങ്ങനെയൊക്കെ ആളുകൾ സ്വമേധയാ കൊടുക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന വരുമാനം. സാധാരണ നമ്മൾ ബിസിനസ്സിൽ വരുമാനവും ചെലവും തമ്മിൽ തട്ടിപ്പിച്ച് അല്ലെങ്കിൽ ഇൻകവും അല്ലെങ്കിൽ എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിനെ പറയാ സർപ്ലസ് എന്നാണ്. അധികമായിട്ട് അല്ലെങ്കിൽ മിച്ചമായിട്ട് വരുന്നതിനെ നമ്മളിവിടെ സർപ്ലസ് എന്നാണ് വിളിക്കുക, ലാഭം എന്ന് വിളിക്കാറില്ല. അതേപോലെ തന്നെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ലാഭം ഉണ്ടാക്കാനല്ലാതെ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്ന് എഴുതി വെക്കുക. എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് റെക്കോർഡില് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നോർമലി ജേർണൽ ലെഡ്ജറൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ എവിടെയും പ്രിപ്പയർ ചെയ്യണം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അവയെ കുറിച്ച് നമ്മൾ ഇവിടെ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രധാനമായ 3 അക്കൗണ്ട്സ് റെക്കോർഡുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. ഫസ്റ്റ് വൺ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്.
ഈ 3 അക്കൗണ്ട് ബുക്കുകളാണ് സാധാരണ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്. അതായത് റെസിപ്റ്റ്സും പേയ്മെന്റും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ്സ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് വരുന്നത്, അതേപോലെ തന്നെ പേയ്മെന്റ് ക്യാഷ് ഓർഗനൈസേഷനിൽ പോകുന്നത്. സാധാരണ നമ്മള് ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ നോർമൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ക്യാഷ് ബുക്ക് എന്താണ് എഴുതുന്നത്, റെസിപ്റ്റ്സ് പേയ്മെന്റിന്റെ ക്യാഷിന്റെ വരവും പോക്കുന്നതിൽ നമ്മൾ എഴുതുന്നത് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് ശരിക്കും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്, ക്യാഷ് ബുക്ക് തന്നെയാണ്. ക്യാഷ് ബുക്കിനെ തന്നെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എല്ലാ റെസിപ്റ്റ്സും റെസിപ്റ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം, എല്ലാ പേയ്മെന്റും പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിപ്റ്റ്സും പേയ്മെന്റും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻകവും എക്സ്പെൻഡിച്ചറും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മുടെ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ തരം റെസിപ്റ്റ്സുകളും റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ തരം പേയ്മെന്റുകളും റെക്കോർഡ് ചെയ്യും. ഈ റെസിപ്റ്റ്സിനെ നമുക്ക് ക്യാപിറ്റൽ നാച്ചുറൽ, റവന്യൂ നാച്ചുറൽ, നമ്മൾ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ക്യാപിറ്റൽ നാച്ചുറൽ, റവന്യൂ നാച്ചുറൽ, അതേപോലെ തന്നെ പേയ്മെന്റ്സിനെ നമ്മൾ ക്യാപിറ്റൽ നാച്ചുറൽ, റവന്യൂ നാച്ചുറൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ റവന്യൂ നാച്ചുറൽ ഉള്ളത് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കറന്റ് ഇയറിലെ റെക്കോർഡ്സുകളാണ് ശരിക്കും ഇതിലുണ്ടാവുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. അതിൽ ഇൻകം സൈഡിൽ എല്ലാ ഇൻകംസും കാണിക്കും, എക്സ്പെൻഡിച്ചർ സൈഡിൽ എല്ലാ എക്സ്പെൻഡിച്ചറും കാണിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, റവന്യൂ നാച്ചുറൽ ഉള്ള റെസിപ്റ്റ്സും റവന്യൂ നാച്ചുറൽ ഉള്ള പേയ്മെന്റുമാണ് ഇതിലേക്ക് വരുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്നത്. വിശദമായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്ഥാപനത്തിന്റെ അസറ്റും ലയബിലിറ്റിയും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണോ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അസറ്റ്, അത് അസറ്റ് സൈഡിലും എന്താണോ ലയബിലിറ്റി ആയിട്ടുള്ള ലയബിലിറ്റി സൈഡിലും കാണിക്കുന്ന സാധാരണ നമ്മുടെ സോൾ ട്രേഡിംഗ് കൺസേണിന്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. വളരെ കൃത്യമായിട്ട് 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. 1 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഈ 3 സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 1 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഭാഗം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പലപ്പോഴും 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതിന് കുറെ കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളത് കൂടെ തിരിച്ചറിയാം. അപ്പൊ എന്തായാലും എങ്ങനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിനെ വൈൻഡപ്പ് ചെയ്യാം. ബൈ.